നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12 സംസ്ഥാനങ്ങളിലായി 93 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യ 2 ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ വലിയ ഇടിവ് അത് മുന്നണികളെ കുറച്ചൊന്നുമല്ല പരിഭ്രാന്തിയിലാക്കിയത്. അതിനുശേഷം വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഉണ്ടായതിനേക്കാൾ മികച്ച പോളിംഗ് മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ പോളിംഗ് കുറഞ്ഞത് മുന്നണികളിൽ ആശങ്കയായി എങ്കിൽ പോലും BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അവലോകന യോഗത്തിൽ NDA 400 സീറ്റ് എന്ന ടാർഗറ്റ് നേടും എന്ന് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. 2019 സീറ്റ് നില പരിശോധിച്ചാൽ ഭരണകക്ഷിയായ NDAക്ക് അനുകൂലമായ വിധി എഴുതിയവരാണ് ഭൂരിഭാഗം മണ്ഡലങ്ങളും. 75 മണ്ഡലങ്ങൾ ഭരണ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു താനും. 8 എണ്ണമാണ് പ്രതിപക്ഷ സഖ്യമായ INDAക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. BJP തനിച്ച് 71 സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും 4 സീറ്റുകൾ മാത്രമായിരുന്നു. വോട്ട് വിഹിതത്തിലും NDA തന്നെയാണ് കൃത്യമായ ആധിപത്യം പുലർത്തിയത്. NDAക്ക് 51.8% വോട്ട് വിഹിതം നേടാൻ സാധിച്ചപ്പോൾ INDA മുന്നണിയിലെ പാർട്ടികൾക്ക് 31.9% മാത്രമാണ് വോട്ട് കിട്ടിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൈംസ് നൗവിന് നൽകിയ ഒരു അഭിമുഖത്തിലും ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 400 സീറ്റ് എന്ന അവകാശവാദം അത് അതിശയോക്തിയല്ല എന്ന് അദ്ദേഹം കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ പറയുന്നുമുണ്ട്. 2019 ഏകദേശം 359 MP-മാരുണ്ടായിരുന്നു. ആന്ധ്രയിലെ YSRCP, ഒഡീഷയിലെ BJDയും ഒക്കെ എപ്പോഴും ഞങ്ങളോടൊപ്പമുള്ള ആളുകളാണ്. ഇത് മാത്രം ഏകദേശം 35ഓളം MP-മാർ വരും. വടക്ക് കിഴക്കൻ MP-മാരും എപ്പോഴും NDAക്കൊപ്പം തന്നെ നിൽക്കും. അതിനർത്ഥം NDA ഇതിനോടകം തന്നെ 400-നടുത്തു എന്നാണ്. 400-ലധികം സീറ്റുകൾ ഞങ്ങൾ നേടുമെന്ന് പറയുമ്പോൾ എന്തിനാണ് ജനങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 2014 BJP അധികാരത്തിൽ വന്നത് മുതൽ തന്നെ 400ഓളം MP-മാരുടെ പിന്തുണയോടെ തന്നെയാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്ന് കൂടി മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും മോദിയുടെ കണക്കുകളിൽ കൃത്യമായ രാഷ്ട്രീയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആന്ധ്രാപ്രദേശിലും അതിനോടൊപ്പം തന്നെ ഒഡീഷയിലും ഒക്കെയുള്ള പങ്ക് കൂട്ടാതെയാണ് നമ്മൾ പലപ്പോഴും ഈ കണക്കുകളെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വം ഇതൊക്കെ കൃത്യമായി കണക്ക് കൂട്ടുന്നുണ്ട്. മാത്രമല്ല, അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം ഇക്കുറി നേട്ടം കൊയ്യാം എന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ആന്ധ്രയിൽ YSRCP ഉണ്ട് ഒരു വശത്തെ, എങ്കിൽ പോലും അവിടെ TDPയും ജനസേനയും BJPയും ഒന്നിച്ച് NDA സഖ്യമായി മത്സരിക്കുന്നുണ്ട്. അവിടെയും കൃത്യമായി വോട്ട് വിഹിതം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ബംഗാളിലാവട്ടെ, ഇക്കുറി BJP ഏറ്റവും വലിയ മാജിക് നടത്താൻ പോകുന്നത് ബംഗാളായിരിക്കും രാജ്യത്തെ അതിശയിപ്പിക്കാൻ പോകുന്നത് എന്ന് ഇതിനു മുൻപ് വന്ന പല സർവേ ഫലങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ 400 എന്ന BJPയുടെ ലക്ഷ്യം, NDA നേതൃത്വം 400 സീറ്റുകൾ നേടുമെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. ഈ 3 ഘട്ട പോളിംഗ് നടന്ന ഇടങ്ങളിൽ BJPയുടെ കോട്ടകളിലൊക്കെയും കൃത്യമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആത്മവിശ്വാസത്തോടു കൂടി അവർ പറഞ്ഞ കണക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.